നമുക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് തോന്നുന്ന ഒരു വികാരം നമുക്ക് അവിടെ ഉണ്ടാവും. എത്ര മനോഹരമായിട്ടാണ് അവിടെ വീടുകൾ പണിതിരിക്കുന്നത്. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് മുസ്ലിം ലീഗിന്റെ വീടുകൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു. വീട് ഇൻ ദ സെൻസ് എടുക്കുകയാണെങ്കിൽ, കാരണം ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അത്രയും ഫേർണിഷ്ഡ് ഒന്നും ആയിട്ടില്ല എങ്കിലും വളരെ മനോഹരമായിട്ട് ഒരു മോഡേൺ വില്ല പ്രൊജക്ട് പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിന്റെ സ്ഥലവും പോയി കണ്ടിരുന്നു. എന്തെങ്കിലും പണി തുടങ്ങിയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയൊരു വിഷമമാണ് ഉണ്ടായി. ഇപ്പൊ ഈ ചർച്ചയുടെ ആദ്യം സംസാരിച്ച ശ്രീകുമാർ സാർ പറയുകയുണ്ടായി, അവിടെ വീട് പണിയാത്തതിൽ കോൺഗ്രസ്സുകാർക്കൊന്നും ഒരു പരാതിയും ഇല്ല എന്നുള്ളത്. കോൺഗ്രസ്സുകാരുടെ പരാതിയുടെ കാര്യമല്ല ബഹുമാനപ്പെട്ട സാർ പറയുന്നത്. ഞങ്ങളടക്കമുള്ള സാധാരണക്കാർ, ഇപ്പൊ എനിക്കൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ളതല്ല, ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ, ഇങ്ങനെയുള്ള സാധാരണ ജനങ്ങൾ അവരുടെ സംശയം ക്ലിയർ ചെയ്ത് തരേണ്ട അത്രയും ട്രാൻസ്പെറൻസി നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നൊരു പരാതി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എനിക്ക് ഉറപ്പാണ് കോൺഗ്രസ്സുകാരുടെ ഇടയിലും ഈ സംശയമുണ്ട്. പക്ഷേ അവരൊരു പാർട്ടിയെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, ഇലക്ഷൻ വരികയാണ്, അതുകൊണ്ട് അവർ പലരും തുറന്നു പറയാൻ മടിക്കുകയാണ്. ഇപ്പോ ഈ ഒരു കണക്ക് കാണിച്ചു, ഇന്നലെ KPCC പ്രസിഡന്റ് വന്നിട്ട് വളരെ വിശദമായിട്ടൊരു കണക്ക് കാണിച്ചു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്ന അവരുടെ തന്നെ ഒരു പ്രകടന പത്രികയുടെ പുറകിൽ എഴുതിക്കൊണ്ടുവന്ന ഒരു കണക്ക് കാണിക്കുന്നതാണോ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്? ഒരു ആപ്പ് വഴിയാണ് അവർ പിരിച്ചു എന്ന് പറയുന്നു. അത്രയും ടെക്നിക്കലി വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ് ആണെങ്കിൽ അതുവഴി തന്നെ അവർക്ക് കണക്ക് കാണിക്കാമല്ലോ. ഇപ്പൊ എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട സാറ് പറയുന്നുണ്ടായിരുന്നു, ഒരു ടൈം എത്തിയപ്പോൾ ആ ആപ്പിന്റെ ഉപയോഗം അവസാനിപ്പിച്ചു എന്ന്. പക്ഷെ സ്റ്റിൽ നമുക്ക് ആ ആപ്പ് ഉപയോഗിച്ച് അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് കാണിക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രാൻസ്പെറൻസി കുറവ് അവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നൊരു സാധാരണക്കാരന്റെ സംശയം കൂടെ നിങ്ങൾ ക്ലിയർ ചെയ്ത് തരണ്ടേ? ഇപ്പോ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ 9 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടാണ് ആപ്പ് ബിൽഡ് ചെയ്തെന്ന് പറയുന്നു. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. 9 ലക്ഷം രൂപയ്ക്ക് എത്ര മികച്ച ഒരു ആപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ ആപ്പ് പെട്ടെന്ന് ഒരു ദിവസം നിർത്തിയാലും അതിന് ക്രാഷ് ആയി പോയാലും അതിന്റെ ഡേറ്റ വളരെ വ്യക്തമായിട്ട് നമുക്ക് പ്രദർശിപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു ട്രാൻസ്പെറൻസി കുറവ് ഈ ഒരു കാര്യത്തിൽ ഇല്ലേ എന്ന കേരളത്തിലെ സാധാരണക്കാരായ എല്ലാ ജനങ്ങളുടെയും ഇവിടെ ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമിക്കുന്നത് വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ കൂടെയാണ്. അവരുടെ പേര് പറഞ്ഞിട്ട്, അവരുടെ കണക്ക് പറഞ്ഞിട്ട് ഇവിടെ വോട്ട് പിടിക്കുകയും വോട്ട് ചോർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം